ഹലോ, ഈ ആഴ്ച ഗ്രോസറി ഷോപ്പിങ്ങിനായിട്ട് സഫാരി മോളിൽ പോയപ്പോൾ അവിടെ ഒരു സെക്ഷനിൽ ഫുൾ ഇങ്ങനെ വരിക്കച്ചക്ക വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ഈ നാടൻ ഐറ്റംസ് ആയിട്ടുള്ള ചക്ക, മാങ്ങ, മരിച്ചിനി ഇതിൻ്റെയൊക്കെ ഒരു ഫാനാട്ടോ. എനിക്ക് മാത്രമല്ല, ചക്ക ഇവിടെ എല്ലാവർക്കും പൊതുവേ ഭയങ്കര ഇഷ്ടമാട്ടോ, പ്രത്യേകിച്ചും ഈ ഒരു വരിക്കച്ചക്ക. അപ്പം ഇടയ്ക്ക് വെച്ച് നാട്ടിൽ നിന്ന് ഉമ്മായും വാപ്പായും വന്ന സമയത്ത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നല്ല മധുരമുള്ള വരിക്കച്ചക്ക. പക്ഷെ ആ ഒരു സമയത്ത് നോമ്പിൻ്റെ ടൈം ആയിരുന്നു കേട്ടോ. മക്കളിവിടെ രണ്ടാളും ഭയങ്കര അടിയായിരുന്നു ചക്കയ്ക്ക് വേണ്ടിയിട്ട്. ചക്ക തീർന്നപ്പോഴും ചക്ക വേണം എന്ന് പറഞ്ഞിട്ടുള്ള ബഹളമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കണ്ടപ്പോൾ കൊതി തോന്നിയിട്ട് ഒരു ചെറിയ പീസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് വെച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ സ്പേസിൽ ഇങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുക്കുമ്പോഴേക്കും കത്തിയിലാണെങ്കിലും പിന്നെ നമ്മുടെ പുറത്ത് കയ്യിലൊക്കെ ആണെങ്കിലും ഫുള്ള് ഇങ്ങനെ അരക്ക് പിടിക്കും. പിന്നെ കൊതി തോന്നിയാൽ പിന്നെ എന്താ ചെയ്യുക, വാങ്ങി കട്ട് ചെയ്ത് കഴിക്കുക എന്നുള്ളതല്ലാണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് എണ്ണയൊക്കെ തേച്ച് വെച്ചിട്ട് കട്ടിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തലേദിവസം വാങ്ങി കൊണ്ടുവന്നപ്പോഴത്തേക്ക് തന്നെ രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പം മക്കൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, ഇനിയിപ്പോൾ വയറുവേദന എന്തെങ്കിലും വരുമോ എന്നുള്ളത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ അസാൻ ചക്കയ്ക്ക് വേണ്ടി ഒരു ബഹളം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് തരാം എന്നൊക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും സെറ്റാക്കി അവിടെ ഇരുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചക്ക വേണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ പിന്നെ പതിയെ കട്ട് ചെയ്ത് റെഡിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. കാണുമ്പോൾ ഇത്രയുണ്ടെങ്കിലും എല്ലാം കട്ട് ചെയ്തൊക്കെ എടുക്കുമ്പോഴത്തേക്കും വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇവിടെ ചക്കയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ചക്കയ്ക്കാണെങ്കിൽ 200, 300, 400 ദിറംസൊക്കെ കൊടുത്തിട്ടാട്ടോ വാങ്ങുന്നത്. ചക്കയുടെ സീസൺ ആകുമ്പോൾ നാട്ടിലാണെങ്കിൽ ആർക്കെങ്കിലും ചക്ക വേണ്ട, ഇങ്ങനെ ചുമ്മാ കളയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കട്ട് ചെയ്തൊക്കെ എടുത്തപ്പോഴത്തേക്കും ഇത്രയും ചക്കയാട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ചക്കക്കുരു അങ്ങ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ തോരൻ വയ്ക്കുമ്പോഴൊക്കെ എടുക്കുമ്പോഴത്തേക്കും തോരനിൽ ഈ ഒരു ചക്കക്കുരു ഇട്ടിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ. പിന്നെ അല്ലാണ്ട് നമ്മുടെ മുരിങ്ങയ്ക്കൊക്കെ കിട്ടുമ്പോൾ അതിങ്ങനെ അവിയലാക്കി കഴിക്കുന്നതും ഒരു പ്രത്യേക ടേസ്റ്റാട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചക്ക വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ ടാറ്റ ബൈ.